ഓം ശ്വേതപദ്മാസനാ ദേവി സർവാലങ്കാരഭൂഷിതാ ശ്വേതാംബരധരാ നിത്യാ മഹാലക്ഷ്മി പ്രസീദ മേ. പ്രിയ ഭക്തജനങ്ങളെ, ആർട്ട്1 മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 6 കിലോമീറ്റർ വടക്ക് ഈസ്റ്റ് ഹിൽ ജംഗ്ഷനിൽ നിന്ന് ഗണപതികാവ് റോഡിലൂടെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ശ്രീ പിഷാരികാവ് ഭഗവതി ക്ഷേത്രത്തിലെത്താം. ആലും ആൽത്തറയും ചുറ്റമ്പലവും നമസ്കാര മണ്ഡപവും നടപ്പന്തലുമെല്ലാം ഒത്തിണങ്ങിയ ക്ഷേത്രം ദേവീ ചൈതന്യത്തിൻ്റെ ശക്തിപ്രഭാവം കൊണ്ട് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ കന്നിമൂലയിൽ ഗണപതിയും പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദേവീക്ഷേത്രത്തിന് അഭിമുഖമായി ശാസ്താവും ഉപദേവന്മാരുമുണ്ട്. പടിഞ്ഞാറ് ദർശനമായാണ് ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് രോമാഞ്ചജനകമായി നിരവധി അനുഭവകഥകൾ പറയാനുണ്ട്. രോഗശമനവും ഉദ്ദിഷ്ടകാര്യലബ്ധിയും സന്താനഭാഗ്യവുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഒരു കാലത്ത് ഉഗ്രപ്രതാപത്തോടെ ധാരാളം സ്വത്തിൻ്റെ ഉടമയായി വാണിരുന്ന പിഷാരികാവിലമ്മ ഭൗതിക സമ്പത്തുകൾക്ക് ശോഷണം സംഭവിച്ചെങ്കിലും ഇപ്പോഴും പ്രതാപത്തിനും ശക്തിക്കും കോട്ടം വരാതെ സ്വസാന്നിധ്യം പലതരം നിമിത്തങ്ങളെ കൊണ്ട് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വഴിപാടുകളും പ്രാർത്ഥനകളുമായി ഇവിടെ നിത്യവും എത്തുന്ന ഭക്തജനങ്ങളുടെ വർധനവ് തന്നെ ഇതിന് തെളിവാണ്. കൊയിലാണ്ടി കൊല്ലത്തെ പിഷാരികാവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. പേരിലും ആരാധനാമൂർത്തി സങ്കല്പത്തിലുമുള്ള സാമ്യമാണ് ഇതിന് നിദാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരിക്കൽ കൊല്ലത്ത് നിന്ന് വ്യവസായികളായ 8 വീട്ടിൽ പിള്ളമാർ കുടിയേറി പാർത്ത സ്ഥലമാണ് കൊയിലാണ്ടിയിലെ കൊല്ലമെന്നും അവർ കൂടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഉപാസിച്ച ദേവിയാണ് പിഷാരികാവിലമ്മ എന്നും ഒരു ഐതിഹ്യം നിലവിലുണ്ട്. കുടിയേറിപ്പാർത്ത പിള്ളമാർ കച്ചവടക്കാരായതിനാൽ വ്യാപാരി നായന്മാർ എന്നറിയപ്പെടും. ഇവരുടെ വ്യാപാരം കോഴിക്കോട്ടേക്ക് വ്യാപിക്കുകയും കടപ്പുറത്ത് ബീച്ചാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേന്ദ്രമാക്കി താമസിച്ച് കുലദേവതയായ പിഷാരികാവിലമ്മയെ അവിടെ പ്രതിഷ്ഠിക്കുകയുമാണ് അത്രയുണ്ടായത്. കാലപ്രയാണത്തിൽ നാശനഷ്ടം സംഭവിച്ച ആ ക്ഷേത്രസ്ഥലത്തു നിന്ന് ദേവിയെ ഇന്നത്തെ ക്ഷേത്ര സമീപത്തുള്ള എടവങ്ങാട്ട് ഇല്ലം വക സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. പുതിയ ക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠാക്രിയകൾക്കും കാലതാമസം വന്നപ്പോൾ 50 വർഷത്തോളം ദേവിയെ ഇല്ലത്തു വെച്ച് പൂജിച്ചതായി പറയപ്പെടുന്നു. ഇന്നിപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൗരാണികമായി ബ്രാഹ്മണരുടെ വാസസ്ഥലമായിരുന്നത്രേ. അന്ന് അവിടെ പ്രബലമായി ഉണ്ടായിരുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രമായിരുന്നു. ആ സുബ്രഹ്മണ്യ സ്വാമിയുടെയും എടവങ്ങാട്ടില്ലക്കാരുടെയും അനുജ്ഞപ്രകാരം ദേവിയുടെ ഉപാസകരായ ചെറുവീട്ടിൽ കണ്ടിയിൽ തറവാട്ടുകാർ ദേവിയെ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയാണത്രേ ഉണ്ടായത്. ഈ സ്ഥലം അതിപുരാതന കാലം മുതൽക്കേ ദൈവചൈതന്യം കൊണ്ട് സമ്പന്നമാണെന്ന് പല കാലങ്ങളിലായി നടത്തിയ സ്വർണ പ്രശ്നങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ശിലാപീഠത്തിലെ പഞ്ചലോഹ നിർമ്മിതമായ കണ്ണാടിത്തിടമ്പായിരുന്നു ആദ്യകാല പ്രതിഷ്ഠ. ദാരികവധം കഴിഞ്ഞുള്ള ഉഗ്രഭാവ സങ്കല്പത്തിലുള്ള കാളീകലയാണത്രേ ഈ ക്ഷേത്ര ചൈതന്യം. ക്ഷേത്രത്തിനു മുന്നിലെ കുളം ഇതിനു നിദാനമായി പറയപ്പെടുന്നു. ഷഡാധാര പ്രതിഷ്ഠയായ വിഗ്രഹത്തിനു പിന്നിൽ അലങ്കാര ബിംബമുണ്ട്. കാലക്രമത്തിൽ സംരക്ഷണം കുറഞ്ഞപ്പോൾ ക്ഷേത്രം സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു. ക്ഷേത്രം ജീർണിച്ചു. പൂജകൾ മുടങ്ങി. പഞ്ചലോഹ പ്രതിഷ്ഠ പോലും മോഷ്ടിക്കപ്പെട്ടു. ക്ഷേത്രം കുറേ വർഷങ്ങൾ ദയനീയാവസ്ഥയിൽ കിടന്നെങ്കിലും അപ്പോഴെല്ലാം ദേവീ ചൈതന്യം പലതരത്തിലും പ്രകടമാക്കിക്കൊണ്ടിരുന്നു. 1/4 നൂറ്റാണ്ടിനു മുമ്പ് നാട്ടുകാരുടെ കമ്മിറ്റി ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 2001 ക്ഷേത്രം പുതുക്കി പുനഃപ്രതിഷ്ഠ നടത്തി. അതോടെ ക്ഷേത്ര ചൈതന്യം പൂർവാധികം ശക്തിയോടെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. 2023 കൊടിമര പ്രതിഷ്ഠയും അതിനെ തുടർന്ന് ഉത്സവം ഗംഭീരമായി നടക്കുന്നു. ക്ഷേത്ര തിരുമുറ്റത്ത് നടപ്പന്തൽ ഉയർന്നു.
ശാസ്താക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. കലകൾ അഭ്യസിക്കാൻ കലാക്ഷേത്രം സ്ഥാപിച്ചു. നവരാത്രി, മകരച്ചൊവ്വ ഉത്സവം എന്നിവയാണ് മുഖ്യ ആഘോഷങ്ങൾ. ക്ഷേത്രത്തിനു പിന്നിലെ സർപ്പക്കാവിൽ വർഷം തോറും സർപ്പബലി നടക്കുന്നു. നിറമാല, ചുറ്റുവിളക്ക്, പുഷ്പാഞ്ജലി, കഠിനപായസം, മുട്ടറുക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്ര പരിപാലന സമിതി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. അവരെ സഹായിക്കാൻ മാതൃസമിതിയുമുണ്ട്. ഡാൻസ് ക്ലാസ്, സംഗീത ക്ലാസ്, തബല ക്ലാസ്, ഭാഗവത ക്ലാസ് എന്നിവ നടന്നുവരുന്നു. കോഴിക്കോട് ജില്ലയിലെ പേരും പ്രശസ്തിയുമുള്ള ഒരു ആരാധനാ കേന്ദ്രമായി കോഴിക്കോട് പിഷാരികാവ് ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.